ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിന് ആവശ്യമുള്ള ഒരു വാനില സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. ഈ സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 1.25 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് 150 ഗ്രാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മൈദയുടെ അളവിൽ തന്നെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഈ ഒരു കേക്കിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു മുട്ടയുടെ കൂട്ടിലാണ് ഉപ്പ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. സാധാരണ ഞാൻ ഇതിക്ക് മുന്നേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എസൻസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മിൽക്ക് എസൻസ്, ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് മിൽക്ക് എസൻസ്, ബട്ടർ എസൻസും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ആഡ് ചെയ്ത ശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ടയുടെ കൂട്ട് നന്നായിട്ട് ബീറ്റായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് 60 ml നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് 40 ml ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിന് പകരം പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ ചൂടാക്കിയിട്ട് ഒഴിക്കുമ്പോൾ കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഈ ഒരു കൂട്ട് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് പ്രീഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ മുകളിൽ വിണ്ട് കീറാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ കേക്കിന് ആവശ്യമുള്ള ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തണുത്തൊരു പാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്ലൈമറ്റ് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന പാത്രവും അതുപോലെ ബ്ലേഡൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഐസിങ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്റ്റിഫായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ടാങ്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ക്രഷ് ആയാലും യൂസ് ചെയ്യാം. എൻ്റെ ഇതിലിപ്പോൾ പൈനാപ്പിൾ ക്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ടാങ്കിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ക്രീം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ ടാങ്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്രീമിന് നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ആ ഒരു കൂട്ട് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി കിട്ടുന്നത് വരെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിന് ആവശ്യമുള്ള ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് 3 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിനേക്കാളും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ സാധാരണ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം.
ഈ കേക്കിലേക്ക് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ലെയറിലൊന്നും പൈനാപ്പിളിൻ്റെ പീസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ബോർഡറും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുള്ള പൈപ്പിംഗ് ജെല്ലാണിത്. അതിൽ നിന്നൊരു 2 ടീസ്പൂൺ പൈപ്പിംഗ് ജെല്ല് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒരു യെല്ലോ കളർ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്കാണിത്. ആ പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. താങ്ക്